എനിക്കിഷ്ടപ്പെട്ടു. മമ്മൂട്ടി ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുമല്ലോ, എല്ലാം നല്ല നല്ല സീനുകൾ തന്നെ. ഇപ്പോൾ ഈ രഞ്ജി പണിക്കർ അതുപോലെ തന്നെ ആ ലേഡി നല്ല സൂപ്പറായിട്ട്. ബിന്ദു പണിക്കർ, രഞ്ജി പണിക്കർ, ബിന്ദു പണിക്കർ സൂപ്പറായിരുന്നു. നന്നായിട്ടുണ്ട് സിനിമ, സൂപ്പർ, അടിപൊളി, നന്നായിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു പടം. ഇല്ല, അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല, മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. റിവ്യൂ ഒന്നും കണ്ടില്ല, അല്ലാതെ സാധാരണ ഉള്ള ഒരു രീതി പോലെയല്ല. മമ്മൂട്ടിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഉള്ള അഭിനയമാണ് അഭിനയിച്ചത്. ഒരു 2022 24 ഇറങ്ങിയതിൽ ഏറ്റവും നല്ല നമ്പർ 1 സിനിമ ഉള്ളതാണ് പറയാം. സത്യം പറഞ്ഞാൽ കുറച്ച് ലാഗ് പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. അവസാനത്തെ ഒരു ചെറിയ ടെസ്റ്റ് കൊള്ളാം നന്നായിരുന്നു. ഓക്കെ, സൂപ്പറായിരുന്നു. ഇല്ല, ആക്ഷനാണ്. ആക്ഷൻ ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടും. ഫുൾ ആക്ഷനാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. 70 വയസ്സ് കഴിഞ്ഞാൽ 72 ഇറ്റ്സ് ടു ഗുഡ്, വെരി നൈസ് മൂവി. ഞാൻ സിനിമ കണ്ടില്ല, അത് ഇവരാണ് സിനിമ കണ്ടത്. നല്ല സിനിമ, നല്ലതായിരുന്നു. അടിപൊളിയാ. കൂടുതലായിട്ടൊന്നും പറയില്ല, അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല സൂപ്പർ ആക്ഷൻ സീക്വൻസ് എല്ലാം നന്നായിരുന്നു, കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. അതെ അതെ അതെ, ഞങ്ങളത് പറയായിരുന്നു. 71 72 സംതിങ്, 73 സൂപ്പറായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. വയസ്സായ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. എന്തായാലും പടം ഗംഭീരം, ഇടിയോട് ഇടിയാണ്, പക്ഷെ അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അടിപൊളി. അല്ല, നമ്മളെല്ലാം തന്നെ റിവ്യൂ അങ്ങനെ നോക്കും, നമ്മളൊരു താല്പര്യം അനുസരിച്ച് വന്നതാണ്. പടം നല്ലൊരു ഇടിപ്പടമാണ്. അതായത് മമ്മൂട്ടി പറഞ്ഞ പോലെ തന്നെ ഇടിയാണ് പടം ഫുള്ള്. അടിപൊളി മാസ് പടമാണ്, അടിപടം, പ്രെഡിക്റ്റബിളാണ്. നല്ല മൂവിയായിരുന്നു. യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. മമ്മൂട്ടിക്ക് ഇത്രയേറെ ഏജ് ആയിട്ട് പോലും നന്നായിട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. നല്ല എനർജറ്റിക് ആയിട്ട്. നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, പലരുടെ ഇഷ്ടങ്ങൾ പലതല്ലേ. ഈ മൂവി ഇഷ്ടപ്പെടുന്നവരാണ്, ഇഷ്ടപ്പെടാത്തത് ഒന്നും പറയാനൊന്നുമില്ല. അത് അവർക്ക് കിട്ടുന്ന ക്യാരക്ടർ അല്ലേ, അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ കൊള്ളാം, പിന്നെ തമാശയുണ്ട്, നല്ല നല്ല ഫൈറ്റ് സീൻസ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടെ.